ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ്, അയോധ്യയിലെ ഉദ്ഘാടന ചടങ്ങുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുവന്ന് ഞങ്ങളുടെ പ്രതിനിധി രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അയോധ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനവും ഈ മാസം 30-ാം തീയതി നടക്കും. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് കനത്ത സുരക്ഷയാണ് അയോധ്യയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അയോധ്യയിൽ നിന്നാണ് രാധാകൃഷ്ണൻ ചേരുന്നത്. രാധാകൃഷ്ണൻ, പറയൂ, എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്? രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുമല്ലോ അവിടെ. തീർച്ചയായിട്ടുമാണ് എസ്കെൻ. നമുക്ക് അറിയാവുന്നതുപോലെ അയോധ്യയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന 22 മുൻനിർത്തിയുള്ള ഒരുക്കങ്ങൾ വലിയ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സുരക്ഷാ ക്രമീകരണം അടക്കമുള്ളവ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് നമുക്ക് എല്ലാ സമയത്തും വിവരിക്കാനായിട്ട് ശ്രമിക്കാം. എസ്കെൻ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അന്ന് ഇവിടെ ഇടുങ്ങിയ ഒരു വഴിയായിരുന്നു. ഇവിടെ നിന്നാണ് രാമക്ഷേത്രത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നത്. ഇന്ന് ഈ വഴിയുടെ വീതി തന്നെ ഏതാണ്ട് 2 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിച്ച് ഇവിടെയുള്ള കെട്ടിടങ്ങളിൽ പകുതിയും പൊളിച്ച് മാറ്റി, അതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റി ഈ മേഖല ആകെ ഒരു പുനർനിർമ്മിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കെട്ടിടങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ നിറം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ വളരെ വേഗത്തിൽ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിധത്തിൽ എല്ലാ വീതികളും ഒരേ രീതിയിൽ തയ്യാറാക്കി അവിടേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് ഈ വീതി നടന്നു കഴിഞ്ഞാൽ അല്പം 200 മീറ്ററിന് അപ്പുറത്ത് ഹനുമാൻ ഗഡിയാണ് ഈ രാമക്ഷേത്ര ക്ഷേത്രങ്ങളുടെ ആദ്യ പട്ടികയിലുള്ള ക്ഷേത്രം. ഈ ഹനുമാൻ ഗഡിയിലാണ് ആദ്യമായി ഇവിടെ എത്തുന്നവർ വരിക. അവിടെ നിന്നാണ് തൊട്ട് അടുത്ത് രാമക്ഷേത്രത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് 22 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുന്നു. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകൾ അടക്കമുള്ളവരാണ് അടുത്ത ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുന്നത്. ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് 4000-ഓളം തൊഴിലാളികൾ രാപകൽ പണിയെടുക്കുന്ന കാഴ്ചയാണ് ഈ അയോധ്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് ശുചീകരണം മുതൽ ക്ഷേത്ര നിർമ്മാണം വരെയുള്ള വ്യത്യസ്ത മേഖലകളിലാണ് ആ തൊഴിലാളികൾ പണിയെടുക്കുന്നത്. ഇതെല്ലാം ഏതാണ്ട് 22-ാം തീയതി വരെ നീളും. അതിന് ഇടയ്ക്ക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം 30-ാം തീയതി പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. ഒരു വലിയ ഏതാണ്ട് പതിറ്റാണ്ടുകളോളം തർക്കങ്ങളിലും കേസുകളിലും ഒക്കെ പെട്ട് കിടന്നിരുന്ന അയോധ്യയും അയോധ്യയുടെ മേഖലയുടെ ഭാഗമായിട്ടുള്ള വിവിധ ഇടങ്ങളും ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ തർക്കം വന്ന ഘട്ടത്തിൽ അയോധ്യയിലുള്ള മിക്കവാറും എല്ലാ ഭൂമികളും ഈ കേസിൻ്റെ ഭാഗം എന്ന രീതിയിൽ ഏതെങ്കിലും വിധത്തിലൊരു നിർമ്മാണ പ്രവർത്തനം പോലും നടത്താൻ പറ്റാത്ത വിധത്തിൽ സ്റ്റേ അടക്കമുള്ള നടപടികളുടെ ഭാഗമായിരുന്നു. അതിൽ നിന്നെല്ലാം മുക്തമായിട്ട് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം കഴിഞ്ഞാൽ പുതിയ രാമക്ഷേത്രമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. അതും നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിലൊക്കെ പ്രേക്ഷകർക്ക് നമുക്ക് കാണിച്ച് നൽകാം. ഏതായാലും അയോധ്യ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം കൂടി കണക്കിലാക്കുമ്പോൾ അയോധ്യയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 22-ാം തീയതി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു തയ്യാറെടുപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എല്ലാ ആഴ്ചകളിലും 2 ദിവസം വീതം ഇവിടെ എത്തി ഒരുക്കങ്ങളുടെ എല്ലാം മേൽനോട്ടം നടത്തുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. SKN രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.